അടുത്തത് ട്രാഫിക് സിഗ്നൽ ലൈറ്റിൽ പച്ച ലൈറ്റിന് ശേഷം മഞ്ഞ ലൈറ്റ് തെളിയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? വാഹനം പരമാവധി സ്ലോ ചെയ്യണം. അതായത് നിർത്താൻ തയ്യാറായി വേഗത കുറയ്ക്കുക. അന്നേരം ഇതിനകത്ത് ഏറ്റവും അനുയോജ്യമായതാണ് നമ്മൾ പറയുന്നത്. പച്ച ലൈറ്റ് കത്തുന്നത് നമുക്ക് വാഹനം ഓടിച്ചു പോകാം. അതിനുശേഷം മഞ്ഞ ലൈറ്റ് തെളിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വാഹനം നിർത്താൻ തയ്യാറായി വേഗത കുറയ്ക്കുക. നെക്സ്റ്റ്, സ്റ്റെബിലൈസർ ബാർ ഏത് സിസ്റ്റത്തിന്റെ ഭാഗമാണ്? സസ്പെൻഷന്റെ ഭാഗമാണ് സ്റ്റെബിലൈസർ ബാർ. നെക്സ്റ്റ്, മധ്യരേഖ വരച്ചിട്ടില്ലാത്ത റോഡുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഏറ്റവും അനുയോജ്യമായത്? നമ്മൾ ഈ 4 ഓപ്ഷൻ കാണുമ്പോഴും 4ഉം ശരിയാണ്, എങ്കിലും ഏറ്റവും അനുയോജ്യമായതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അന്നേരം മധ്യരേഖ വരച്ചിട്ടില്ലാത്ത സാധാരണ റോഡുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഇടതുവശം ചേർന്ന് ഓടിക്കണം. പരമാവധി ഇടതുവശം ചേർന്ന് നമ്മൾ ഓടിക്കുക. നെക്സ്റ്റ്, ഈ രേഖ കൈവശമില്ല എങ്കിൽ, അതായത് ഏത് പേപ്പറാണ് കൈവശമില്ല എങ്കിൽ പരിശോധനാ ഉദ്യോഗസ്ഥന് വാഹനം പിടിച്ചെടുക്കാം. ഏതാണ്? പെർമിറ്റ് കൈവശമില്ല എങ്കിൽ വാഹനത്തിന്റെ എന്ത് ചെയ്യാം? നമുക്ക് ആരാണോ എന്ത് ചെയ്ത് വാഹനം പരിശോധിക്കുന്നത് അയാൾക്ക് വണ്ടി പിടിച്ചെടുക്കാം. നെക്സ്റ്റ്, ഡീസൽ എഞ്ചിൻ ഒരു ഡാഷ് ആണ്. എന്താണ്? ഡീസൽ എഞ്ചിൻ ഒരു IC എഞ്ചിനാണ്. ഡീസൽ എഞ്ചിൻ എന്താണ്? ഒരു IC എഞ്ചിനാണ്. നെക്സ്റ്റ്, സിഗ്നൽ പോസ്റ്റിൽ ഇടത്തേക്കുള്ള പച്ച ആരോ മാർക്ക് ലൈറ്റ് മിന്നി തെളിഞ്ഞുകൊണ്ടിരുന്നാൽ, അതായത് നമ്മൾ ഒരു ട്രാഫിക് സിഗ്നലിൽ ചെല്ലുന്ന സമയത്ത് ഇടത്തേക്കുള്ള അതായത് സിഗ്നലിലെ പച്ച ലൈറ്റ് മിന്നി തെളിഞ്ഞു കാണുന്നു. അന്നേരം നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്. അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും അനുയോജ്യമായത്, അതായത് വലത് ഭാഗത്ത് നിന്നും വരുന്ന വാഹനങ്ങളെ ആദ്യം പോകാൻ അനുവദിച്ച ശേഷം എന്ത് ചെയ്യാം? നമ്മൾ പ്രവേശിക്കാം. അതായത് നമുക്ക് എന്ത് ചെയ്യാം? കടന്നു പോകാം, നമുക്ക് അവിടെ നിൽക്കേണ്ട കാര്യമില്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വലത് ഭാഗത്ത് നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? നമ്മൾ കടന്നു പോകണം. അതാണ് ഏറ്റവും അനുയോജ്യമായത്. നെക്സ്റ്റ്, ന്യൂട്രൽ ഗിയറിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലച്ച് അമർത്തിയാൽ, അതായത് സാധാരണയായിട്ട് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂട്രലാണ്. അന്നേരം ഈ ന്യൂട്രൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് അമർത്തിയാൽ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും അനുയോജ്യമായത്, അതായത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാഹനങ്ങളിൽ ക്ലച്ച് അമർത്തുമ്പോഴാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതായത് നമ്മൾ സാധാരണ രീതിയിൽ ന്യൂട്രൽ ഇട്ടിട്ട് വാഹനം, അതായത് കീ ഓൺ ആക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. അതിനെന്ത് ചെയ്യണം? ക്ലച്ച് അമർത്തിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? വാഹനം സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതായത് ഈ ചൈൽഡ് ലോക്ക് എന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അന്നേരം എന്ത് ചെയ്യണം? ക്ലച്ച് അമർത്തിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? വാഹനം സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അന്നേരം ഇത് ഏതാണ്? ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ഇതിന്റെ ഗുണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സ്റ്റാർട്ടർ മോട്ടോറിന്റെ ആയുസ് കൂടും. നെക്സ്റ്റ്, മോട്ടോർ സൈക്കിളിൽ ഉപയോഗിക്കുന്ന ഗിയർ ബോക്സ് ഏതാണ്? ഗിയർ ബോക്സ് ഏതാണ്? പ്രോഗ്രസീവ് ഗിയർ ബോക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഏതാണ്? പ്രോഗ്രസീവ് ഗിയർ ബോക്സ്. നെക്സ്റ്റ്, സൈഡ് റോഡിൽ നിന്നും പ്രധാന റോഡിൽ കയറി വലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നു? വാഹനം കയറ്റി അതായത് നമ്മൾ വരുന്ന റോഡിന്റെ നടുക്ക് നിർത്തിയതിന് ശേഷം വലത്ത് നിന്നുള്ള വാഹനങ്ങൾ പോയതിനു ശേഷം, അതായത് ഇടത്തേക്ക് പോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? വാഹനം ഓടിച്ചു പോകുന്നു. അത് തന്നെയാണ് ഇവിടെ. അതായത് വലതുവശത്തെ ഇൻഡിക്കേറ്റർ, അതായത് വലത്തോട്ടുള്ള ഇൻഡിക്കേറ്റർ പ്രകാശിപ്പിക്കുക. പ്രധാന റോഡിന് തൊട്ട് മുമ്പായി സൈഡ് റോഡിന്റെ മധ്യഭാഗത്ത് നിർത്തുക. അതായത് നമ്മൾ ഓടിച്ചു വരുന്ന റോഡിന്റെ മധ്യഭാഗത്ത് നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം? വാഹനങ്ങൾ, അതായത് വലത്ത് നിന്ന് ഇടത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കടന്നു പോയതിന് ശേഷം പ്രധാന റോഡിന്റെ, അതായത് നമ്മൾ കയറേണ്ട റോഡിന്റെ ഇടതുഭാഗത്തേക്ക് കൂടി ഓടിച്ചു പോകണം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഹൈവേയിലേക്ക് കയറുമ്പോൾ ആദ്യമായി വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്ത് നിന്നുള്ള വാഹനങ്ങൾ പോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക? വാഹനം മുമ്പോട്ടെടുത്ത് പരമാവധി എന്ത് ചെയ്യുക? എത്രയും വേഗം ഇടതുവശം ചേർന്ന് രീതിയിൽ എന്ത് ചെയ്യുക? വണ്ടി ഓടിക്കുക. നെക്സ്റ്റ്, 2 പ്രധാന റോഡുകൾ ചേരുന്ന ജംഗ്ഷനിൽ, ഇതും ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ജംഗ്ഷൻ, അതായത് സിഗ്നൽ കട്ടാവുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതായത് വലതുവശത്ത് നിന്നുള്ള വാഹനങ്ങൾക്ക് എന്ത് ചെയ്യുക? മുൻഗണന കൊടുത്തിട്ട് അത് പോയതിനു ശേഷം നമ്മൾ പോവുക. നെക്സ്റ്റ്, പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷവും തെളിഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള ഡാഷ്ബോർഡിലെ വാർണിംഗ് ലാമ്പ്, അതായത് ഒരു കണ്ടീഷനായിട്ടുള്ള ഒരു വാഹനം എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഡാഷ്ബോർഡിൽ ലൈറ്റ് കാണുന്നത് ഏതിന്റെ ആയിരിക്കും? അത് സാധാരണയായിട്ട് എന്താണ്? പാർക്കിംഗ് ബ്രേക്ക് ലൈറ്റിന്റെ ആയിരിക്കും. ഇതിന്റെയാണ്, അതായത് ഹാൻഡ് ബ്രേക്കിന്റെ ലൈറ്റ് ആയിരിക്കും സാധാരണയായിട്ട് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ്, എഞ്ചിൻ ഓയിൽ ലെവൽ പരിശോധിക്കുന്നത്. അതായത് എഞ്ചിൻ ഓയിൽ എപ്പോഴാണ് നമ്മൾ പരിശോധിക്കുന്നത്? വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴല്ല, എപ്പോഴാണ്? സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ് ഇത് പരിശോധിക്കേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ് എഞ്ചിൻ ഓയിൽ പരിശോധിക്കേണ്ടത്.